അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ കയ്യിൽ പിടിച്ച് മുസാഫഹ ചെയ്തിട്ട് അവിടെ നിന്ന് നിസ്കാരപ്പായിൽ നിന്ന് യാത്രയാക്കുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാറുള്ളത്, മോനെ നമസ്കാരം അത് നമസ്കാരമാകണമടാ പൊന്നുമോര്. വെറും ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമല് മാത്രമല്ല, ഹൃദയം കൂടെ കടന്നു വരണം പൊന്നുമോര്. നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയം അല്ലാഹുവേ ഞാൻ നിൽക്കുന്നത് പടച്ച റബ്ബിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരണം. അങ്ങനത്തെ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറയാ സഹോദരാ. നമസ്കാരത്തിന്റെ മഹത്വം പറയുകയല്ലോ, ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള നമസ്കാരം നമസ്കരിച്ചാ അവസാനം നമ്മൾ നരകത്തിലാ, വൈലെന്ന് പറയുന്ന നരകത്തിലാ. പക്ഷേ അല്ലാഹുവേ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ നമസ്കരിച്ചാ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ജുനൈദ് തങ്ങളുണ്ടല്ലോ, അവിടുന്ന് മരണപ്പെടുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. ജുനൈദുൽ ബഅദാദി തങ്ങൾ അവിടുന്ന് മരിച്ചു കിടന്ന സമയത്ത് മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു.